എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. King of Wands, Nine of Cups, Three of Pentacles, Queen of Cups, World card, Justice energy. ആദ്യം തന്നെ കിങ് ഓഫ് ഫോൺസ് ഇൻ വേൾഡ് കാർഡാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ ഒരു ചിങ്ങക്കൂറുകാർക്ക് വളരെയധികം സാധ്യതകളുള്ള ഒരു, പ്രത്യേകിച്ച് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം സാധ്യതകളുള്ള സമയമാണ്. അല്ലാത്തവർക്കും നല്ല സമയമാണ് എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു സമയം, ഈ ഒരു മാസം എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന ഒരു മാസമാണ്. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാകുന്ന സമയം. ഹാപ്പി എൻഡിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സന്തോഷമുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ്, നിങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നേടിയിരിക്കുന്നു എന്നുള്ള വാക്ക് കേൾക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ജോലി ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഒരു സക്സസ്ഫുൾ ആയിട്ട് വരുന്ന, ഒരു വിജയശ്രീലാളിതരായിട്ട് വരുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ കാണാവുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അവിടെ വരെ എത്തിയിട്ടില്ല എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഡോണ്ട് വറി. നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു. നിങ്ങൾ യാത്രകൾ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പുതിയ ലെവലിൽ ഒരു ലിറ്ററലി ലോകം ചുറ്റി സഞ്ചരിക്കാനുള്ള അവസരമാണ്. ചുറ്റുപാടുമുള്ള ആളുകളുമായിട്ട് ചേർന്ന് ഒരുമിച്ച് സന്തോഷമായിട്ട് ഇരിക്കാനുള്ള അവസരവും തൃപ്തിയും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത്, ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച പോലെ. അതേപോലെ തന്നെ നിങ്ങൾ ഈ സമയത്ത് ജോലി സംബന്ധമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം. ജോലി സംബന്ധമായിട്ട് ഉദ്യോഗ കയറ്റ കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ ജോലിയിൽ ഒരു ഉയർച്ച എന്ന് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ എനർജി ഒരു ഓൺട്രപ്രനോറിയൽ എനർജിയാണ്. അതായത് ബിസിനസ് കാര്യങ്ങളും അതിൽ മുന്നേ സ്വന്തമായിട്ട് ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സെൽഫ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു സാധ്യതയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണിക്കുന്നത്. നിങ്ങളൊരു ബോൺ ലീഡറാണ് ശരിക്കും. അപ്പോൾ നിങ്ങൾ അൾട്രാ സക്സസ്ഫുൾ ആകാനുള്ള ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വളരെ കെറിസ്മാറ്റിക് ആയിട്ട് നാച്ചുറൽ ബോൺ ലീഡർ എന്നുള്ള രീതിയിൽ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് എപ്പിക് സക്സസ്, വലിയൊരു വിജയം നിങ്ങളെ തേടിയെത്തുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയാം. അൺറിയലിസ്റ്റിക് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വളരെ വ്യക്തതയോടും പക്വതയോടും കൂടിയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. വളരെ ആംബീഷ്യസ് ആയിട്ടുള്ള സമയമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച് നേടണം എന്നുള്ളൊരു ചിന്ത, പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ആംബീഷ്യസ് ആയിട്ടിരിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഓവർലി ആംബീഷ്യസ് ആവാതിരിക്കാനൊന്നും കൂടി ശ്രദ്ധിക്കുക. അതായത് അംബീഷൻ്റെ പുറകെ മാത്രം ആവരുത്. കുറച്ചൊരു കമ്പാഷൻ, ഒരു ദയാദാക്ഷിണ്യം, കാരുണ്യം, സഹജീവികളോടുള്ള അതുകൂടി ആലോചിച്ച് വെച്ചിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ടേക്ക് തന്നെ പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ 9 of Cups ആൻഡ് Queen of Cups എനർജി കണക്ഷൻസ് ആണ്. ഇത് ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു മാസം എന്ന് തന്നെ പറയാവുന്നൊരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. വിഷ് കം ട്രൂ എനർജി ആണുള്ളത്. അപ്പോൾ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്ന കാര്യമായിരിക്കാം, അത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. നിങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം, വിദേശത്തേക്ക് പോകുന്നത്, എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻസ്, കോൺട്രാക്ട്സ്, നിങ്ങൾ ഓടി നടന്ന് ശ്രമിച്ചിട്ടൊന്നും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല. ഇപ്പോഴും അത് നടന്നിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നിൻ്റെ പുറകെ ഓടണ്ട, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് തരുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ
പലരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ വർക്ക് ആവാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാവും, ബിസിനസ്സൊക്കെ ഒന്ന് ഡള്ളായിരിക്കാം. പക്ഷേ ഈ ഒരു മാസം മുന്നോട്ടേക്ക് പോകും തോറും ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിൽ ഉയർച്ചയും കാര്യങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. അത് തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സ്പിരിച്വലി കുറച്ചുകൂടി നിങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ട്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നു. ചില ആളുകൾ നിങ്ങൾ യോഗ, മെഡിറ്റേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈം മറ്റും നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, നിങ്ങളുടെ ഹോബീസ്, അതേപോലെ കുറച്ച് സമയം നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കോഴ്സസിന് ചേരുന്നില്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ വീട്ടിൽ കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് ചിലവഴിക്കുന്നു. അപ്പോൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വാട്ടർ എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ബീച്ചിലോ അല്ലെങ്കിൽ അതേപോലെ പുഴയരികത്തോ അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് എവിടെയാണോ അതിനടുത്ത് കുറച്ച് സമയം ഇരിക്കുക. നിങ്ങളുടെ ഇമോഷണലി വളരെയധികം പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസൊക്കെ മാറിക്കിട്ടുന്നതിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതേപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വാട്ടർ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. നമ്മൾ സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മറ്റ് ചാനലിൽ നോക്കിയാൽ വാട്ടർ മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോസ് ഉണ്ട്. അത് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇനി മറ്റ് മതപരമായിട്ടാണ് ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ മീനൂട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ജലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും റിച്വൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ 9 of Cups ആൻഡ് ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം എന്തെങ്കിലും ലീഗലായിട്ടുള്ള കാര്യമായിരിക്കാം, ലോയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ സ്ഥലമോ നിങ്ങളുടെ എന്തെങ്കിലും വഴി വിട്ടുകിട്ടുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. ചില ആളുകൾ ഡിവോഴ്സ് കേസ് കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഒത്തിരി നാളായിട്ട് ശ്രമിക്കുന്നത്, ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ലാത്ത സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലീഗലായിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് നിങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ വിധി വന്ന്, അതായത് നിങ്ങളുടെ ഭാഗത്ത് ശരി എന്നുള്ള രീതിയിൽ വിധി വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമാകുന്ന കാര്യമാണ് ഇപ്പോൾ തൽക്കാലം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ഫേവറിൽ വിധി വരുന്ന സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ അത് ഒത്തിരി തൃപ്തികരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്ന ലീഗലായിട്ടുള്ള എനർജി എന്ന് പറഞ്ഞൊരു പക്ഷേ നിങ്ങൾ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ലോ കോളേജിൽ ചേരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ലോയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സസ് നിങ്ങൾ പഠിക്കുന്നതാവാം. അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യവും സൂചിപ്പിക്കുന്നത്. ലീഗലായിട്ടുള്ള കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് മെയ് മാസത്തിൽ നിങ്ങൾക്കായിട്ട്. അതേപോലെ 3 of Pentacles ആൻഡ് ദി വേൾഡ് കാർഡാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ബിസിനസ് കാര്യങ്ങൾ നിങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പോസിറ്റിവിറ്റി ലൈഫിൽ വരുന്ന ഒരു സമയമാണ്. പിന്നെ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ അല്ലാതെയും ഒരു കൂട്ടായ്മ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ നിങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടൊരു ലോട്ടറി എടുക്കുന്നതാവാം. ഇപ്പോൾ ദുബായിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ 2-3 പേര് ചേർന്നിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേര് ചേർന്നിട്ട് ഒരു 10 പേരൊക്കെ ചേർന്നിട്ട് ലോട്ടറി എടുക്കുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈ മാസത്തിൽ നല്ലൊരു സമയമാണ് ഇതിന് ശ്രമിക്കാൻ, ലോട്ടറി കാര്യങ്ങളൊക്കെ ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. ഒരുമിച്ച് ചേർന്നിട്ട് നിങ്ങൾക്ക് ലോട്ടറി കാര്യങ്ങളൊക്കെ എടുക്കാം. വിജയ സാധ്യതകൾ കൂടുതലുള്ള സമയമാണ്. ഒരുമിച്ചുള്ള യാത്രകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ വിജയമാണ് ഈ ഒരു മാസത്തിൽ. അപ്പോൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നത് 2-3 പേരോ അതിൽ കൂടുതൽ പേരോ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്നത് എപ്പോഴും വിജയസാധ്യത കൂട്ടുന്ന സമയമാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ. അപ്പോൾ നിങ്ങൾ യാത്രയാണെങ്കിലും ഇപ്പോൾ സോളോ ട്രിപ്പ് കാര്യങ്ങൾ നടത്താം. പക്ഷെ ഒരുമിച്ചുള്ള സോളോ ട്രിപ്പ് നിങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതും ഒരുമിച്ച് ചേർന്നിട്ടുള്ള യാത്രകൾ എപ്പോഴും നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും അതായത് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന, ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടോ ഉള്ള യാത്രകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സാമ്പത്തികം പ്രതീക്ഷിക്കുന്ന യാത്രകളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരുമിച്ച് ഒരു കൂട്ടായ്മയുടെ യാത്ര അല്ലെങ്കിൽ കൂട്ടായ്മയുടെ വിജയമാണ് സൂചിപ്പിക്കുന്നത്.
വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് തൃപ്തികരമായിട്ടുള്ളൊരു മാസമായിരിക്കും. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു മനസ്സമാധാനവും സ്വസ്ഥയുള്ളൊരു മാസം എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.